അറിയാം. ബിന്ദുവിൻ്റെ മകൾ നവമി അവർ നഴ്സിംഗ് പഠനം അത് പൂർത്തീകരിക്കുകയാണ്. അവരുടെ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് അവിടേക്ക് എത്തിയത്, ആശുപത്രിയിലേക്ക് എത്തിയത്. നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മകൻ്റെ പഠനവും പൂർത്തിയായി, എഞ്ചിനീയറിംഗ് പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ഉന്നത വിദ്യാഭ്യാസം നൽകി തന്നെയാണ് ഇവർ വളർത്തിയത്. നമുക്ക് ഈ കുടുംബവും പശ്ചാത്തലവും തന്നെ കണ്ടാലറിയാം. ചെറിയ ഒരു സ്ഥലത്ത് ഈ തേക്കാത്ത ചുവരുകളുള്ള ഈ വീട് അവരുടെ തന്നെ ജീവിതത്തിൻ്റെ തന്നെ നിരന്തരമായ ഒരു കഷ്ടപ്പാടിൻ്റെയും എല്ലാം തന്നെയും ഒരു പ്രതിഫലനം തന്നെയാണ്. അത്രമേൽ അവർ ജീവിതത്തോട് ബുദ്ധിമുട്ടി മുന്നേറുന്ന ഒരു കുടുംബം. പ്രത്യേകിച്ച് ബിന്ദു ഒരു ടെക്സ്റ്റൈൽസ് ജീവനക്കാരിയാണ്. അവിടെ നിന്നുള്ള തുച്ഛമായ വേതനം കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ ഈ കുടുംബത്തെ ഒന്നടങ്കം ചുമലിലേറ്റിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. മക്കളുടെ പഠനം, ഭർത്താവിൻ്റെ ചികിത്സ, ഒപ്പം തന്നെ അകത്ത് 75-കാരിയായ അമ്മയുണ്ട്. അമ്മയുടെ കരച്ചിൽ എപ്പോഴും പുറത്തേക്ക് കേൾക്കാം. മകളെ അന്വേഷിച്ചുകൊണ്ടുള്ള അവരുടെ ചികിത്സയും കാര്യങ്ങളും എല്ലാം തന്നെ കൊണ്ടുപോകുന്ന ഒരാളുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. അവരെയാണ്, ആ കുടുംബത്തിൻ്റെ തന്നെ മുഴുവൻ ആശ്രയമായ ഒരാളെയാണ് ഇങ്ങനെ ഒരു അനാസ്ഥ കൊണ്ട് തന്നെ ഇല്ലാതാകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. വീട്ടിന് അകത്തേക്ക് വരുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം അകത്തുണ്ട്. മകളെ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ചികിത്സ പൂർത്തീകരിച്ചിട്ടില്ല. അടുത്ത ഒരു ബന്ധുവീട്ടിലാണ് മകൾ ഉള്ളത്. ഇപ്പോൾ ഇന്ന് ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് 11 മണിക്കാണ്. വീടിന് മുകളിൽ നമ്മൾ കാണുന്ന ആ ഷീറ്റിട്ട സ്ഥലത്ത് അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. വീട് വളപ്പിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് സംസ്കാരം നടക്കുകയും ചെയ്യും. ഇവിടെ മുട്ടച്ചിറയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ഏതാണ്ട് ഇവിടേക്ക് എത്താനുള്ള ഒരു സമയത്തിലേക്കെല്ലാം തന്നെ ആകുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടേക്ക് നിരവധി ആളുകൾ ഇവിടേക്ക് വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഇതാണ് ഈ ബിന്ദുവിൻ്റെ വീടിൻ്റെ ഒരു സാഹചര്യവും കാര്യങ്ങളും എല്ലാം ഇതാണ്. കാരണം അവർ വളരെ കഷ്ടപ്പെട്ട, വളരെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ തങ്ങളുടെ മക്കളിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുഴുവൻ ശ്രമങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അതിനുവേണ്ടി കഠിന പ്രയത്നം അവർ നടത്തുന്നു. ടെക്സ്റ്റൈൽ ഷോപ്പിൽ അവർ ഒരു പകലന്തിയോളം അവർ അവിടെ പണി ചെയ്ത് തിരിച്ചെത്തുന്നു. തുച്ഛമായ വേതനം അവർ അതിൽ നിന്ന് ആ വേതനത്തിൽ നിന്ന് നീക്കിവെച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന 2 മക്കളുടെ പഠനം, അതോടൊപ്പം തന്നെ ഭർത്താവിൻ്റെയും അമ്മയുടെയും എല്ലാം തന്നെ ചികിത്സ, ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന കഠിനാധ്വാനിയായ ഒരു കുടുംബനാഥ. അവരാണ് ഒരു നിമിഷ നേരം കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്നത്. അതും തികച്ചും അനാസ്ഥയുടെ, കെടുകാര്യസ്ഥതയുടെ എല്ലാം തന്നെ ഒരു പ്രതീകം എന്ന് തന്നെ നമ്മൾ ഈ മരണത്തെക്കുറിച്ച് പറയേണ്ടി വരും. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തിൻ്റെ നട്ടെല്ലാണ് ഇല്ലാതായത്. എന്തൊക്കെ പകരം നൽകാമെന്ന് പറഞ്ഞാലും അവർക്ക് നഷ്ടമായ മക്കൾക്ക് നഷ്ടമായ അവരുടെ അമ്മയെ തിരികെ ലഭിക്കുകയില്ലല്ലോ. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് ബിന്ദുവാണ്. ആ ബിന്ദു ഇല്ലാതാകുമ്പോൾ ഇനി എങ്ങനെ ആ കുടുംബം ഒരു നിമിഷം എങ്ങനെ മുന്നോട്ട് തള്ളി നീക്കും എന്നതാണ് വലിയ ആകുലത. എന്തായാലും ബിന്ദുവിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 11 മണിയോട് കൂടിയിട്ടാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്.